നമസ്കാരം. അടുക്കളയിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒന്നാണ് ഇലക്ട്രിക് ഓവനുകൾ. എന്നാൽ പലപ്പോഴും നമ്മൾ അറിയാതെ പോകുന്ന ഒരു വലിയ സത്യമുണ്ട്. ഒരു ഓവൻ പ്രവർത്തിക്കുമ്പോൾ അത് 65 ഫ്രിഡ്ജുകൾ ഒരുമിച്ച് പ്രവർത്തിക്കുന്നതിന് തുല്യമായ ഊർജം വെളിച്ചത്തെടുക്കും. ഈ സാധാരണ ഉപകരണം നമ്മുടെ വൈദ്യുതി ബില്ലിനെ കുത്തനെ ഉയർത്താൻ ശേഷിയുള്ള ഒരു വലിയ ഊർജ ഭോജിയാണ്. റെഫ്രിജറേറ്ററുകൾ സ്ഥിരമായി വൈദ്യുതി ഉപയോഗിക്കുമെന്നും ഡയറുകൾ പ്രവർത്തിക്കുമ്പോൾ വലിയ തോതിൽ ഊർജം വലിച്ചെടുക്കുമെന്നും നമുക്കറിയാം. എന്നാൽ അവയെല്ലാം ഓവൻ അതിൻ്റെ ഉപയോഗ സമയത്ത് മറികടക്കും. മിക്ക ഓവനുകളും 2000 മുതൽ 5000 വാട്ട് വരെയാണ് വൈദ്യുതി ഉപയോഗിക്കുന്നത്. ഇത് പ്രതിമാസം ഏകദേശം 40 മുതൽ 90 കിലോ വാട്ട് മണിക്കൂറുകൾ വരെയാകും. ഇതൊരു സാധാരണ റെഫ്രിജറേറ്ററിന്റെ വൈദ്യുതി ഉപയോഗവുമായി താരതമ്യം ചെയ്യുമ്പോൾ വളരെ വലുതാണ്. ഒരു റെഫ്രിജറേറ്റർ സാധാരണയായി 300 മുതൽ 800 വാട്ട് വരെയാണ് ഉപയോഗിക്കുന്നത്. അത് സ്ഥിരമായി പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും അതിന്റെ നിരക്ക് വളരെ കുറവാണ്. ഇത്രയും വലിയ വ്യത്യാസത്തിന് കാരണം എന്താണ്? അത് അവയുടെ പ്രവർത്തന തത്വത്തിലാണ്. ഒരു റെഫ്രിജറേറ്റർ തണുത്ത താപനില നിലനിർത്താൻ മാത്രമാണ് പ്രവർത്തിക്കുന്നത്. എന്നാൽ ഒരു ഓവൻ ഭക്ഷണം പാകം ചെയ്യാൻ വളരെ ഉയർന്ന താപനില ഉൽപ്പാദിപ്പിക്കുകയും അത് നിലനിർത്തുകയും വേണം. അതിനാൽ അത് ഓൺ ചെയ്യുമ്പോൾ വൈദ്യുതി ഉപയോഗം കുത്തനെ ഉയരുന്നു. ഒരു പഠനമനുസരിച്ച് 100 വീടുകളിൽ നടത്തിയ സർവേയിൽ ഒരു ഇലക്ട്രിക് ഓവൻ ഒരു വർഷം 224 വാട്ട് വരെ വൈദ്യുതി ഉപയോഗിക്കുന്നതായി കണ്ടെത്തിയിട്ടുണ്ട്. ഇത് പലപ്പോഴും വീട്ടിലെ മറ്റ് ഉപകരണവുമായി താരതമ്യം ചെയ്യുമ്പോൾ വളരെ കൂടുതലാണ്. ഓവന്റെ വലിപ്പം, മോഡൽ, ഉപയോഗിക്കുന്ന രീതി എന്നിവ അനുസരിച്ച് ഈ സംഖ്യകളിൽ മാറ്റങ്ങൾ വരാം. കൂടുതൽ സമയവും ഉയർന്ന താപനിലയും പാചകം ചെയ്യുമ്പോൾ വൈദ്യുതി ഉപയോഗം വർദ്ധിക്കും. അതിശയമെന്ന് പറയട്ടെ, ചില ഓവനുകൾ ഓഫ് ചെയ്താൽ പോലും വൈദ്യുതി വലിച്ചെടുക്കുന്നുണ്ട്. ഇതിനെയാണ് സ്റ്റാൻഡ് ബൈ മോഡ് എന്ന് പറയുന്നത്. പല മോഡുകളിലും ക്ലോക്ക് അല്ലെങ്കിൽ ഡിസ്പ്ലേ പ്രവർത്തിക്കുന്നത് ഈ രീതിയിലാണ്. കാലിഫോർണിയയിലെ വീടുകളിൽ നടത്തിയ ഒരു പഠനത്തിൽ സ്റ്റാൻഡ് ബൈ ലോഡ് ഒരു വീട്ടിൽ ഏകദേശം 67 വാട്ട്സ് വരെയാണെന്നും അത് വാർഷിക വൈദ്യുതി ഉപയോഗത്തിന്റെ 5% മുതൽ 26% വരെ ആകാമെന്നും കണ്ടെത്തിയിട്ടുണ്ട്. നിങ്ങളുടെ അടുപ്പിന്റെ സൗകര്യങ്ങൾ ഉപേക്ഷിക്കാതെ തന്നെ വൈദ്യുതിയും പണവും ലാഭിക്കാൻ കഴിയും. ചില ലളിതമായ ശീലങ്ങൾ വലിയ മാറ്റങ്ങൾ വരുത്തും. ഒന്നിലധികം വിഭവങ്ങൾ ഒരേ സമയം പാചകം ചെയ്യാൻ ശ്രമിക്കുക. ഇത് ഓരോ തവണയും ഓവൻ വീണ്ടും ചൂടാക്കുന്നത് ഒഴിവാക്കാൻ സാധിക്കും. ഭക്ഷണം പൂർണ്ണമായും പാകമാകുന്നതിന് ഏതാനും മിനിറ്റുകൾക്ക് മുമ്പ് ഓവൻ ഓഫ് ചെയ്യുക. അവശേഷിക്കുന്ന ചൂട് പാചകം പൂർത്തിയാക്കാൻ സഹായിക്കും. ഓവൻ തുറക്കുന്നത് പരമാവധി ഒഴിവാക്കുക. ഓരോ തവണ വാതിൽ തുറക്കുമ്പോഴും ചൂട് പുറത്തേക്ക് പോവുകയും ഓവൻ വീണ്ടും ചൂടാക്കാൻ കൂടുതൽ വൈദ്യുതി ഉപയോഗിക്കുകയും വേണം. നിങ്ങളുടെ മോഡേൺ സ്റ്റാൻഡ് ബൈയിൽ വൈദ്യുതി എടുക്കുന്നുണ്ടെങ്കിൽ ഉപയോഗശേഷം ഓവൻ അൺപ്ലഗ് ചെയ്യുക. ഇത് ഊർജം പാഴാക്കുന്നത് തടയാനുള്ള ഒരു എളുപ്പ മാർഗമായി ഇത് മാറും. അങ്ങനെ കറണ്ട് ബില്ല് പിടിച്ചു നിർത്താനും സാധിക്കും. ന്യൂസ് ഡെസ്ക് തത്വമൈ TV.